ഷെയ്ൻ നിർമ്മാതാക്കൾക്ക് നൽകിയ തലവേദനകളും ലഹരി വിവാദങ്ങളും ഉണ്ണി മുകുന്ദനായിരുന്നു എങ്കിൽ എന്തായിരുന്നേന അവസ്ഥ? പൊളിച്ചടുക്കിയേനെ. ഷെയ്ൻ ഉണ്ണിയെ അധിക്ഷേപിച്ചു എന്ന തരത്തിൽ വിവാദം ഇപ്പോൾ ആളിക്കത്തുകയാണ്. പുതിയ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ഷെയ്ൻ മോശം പദപ്രയോഗം നടത്തി ഉണ്ണി മുകുന്ദനെ ആക്ഷേപിച്ചത്. നടൻ ബാബുരാജ്, നടി മഹിമ നമ്പ്യാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരാമർശം. ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ ഹൗസ് എന്ന പേര് അശ്ലീല പദപ്രയോഗമാക്കി പരസ്യമായി അധിക്ഷേപിക്കുകയായിരുന്നു. ഷെയ്ൻ്റെ ഈ പ്രവൃത്തിയെ നഖശിഖാന്തം പലരും വിമർശിക്കുന്നുണ്ട്, പ്രേക്ഷകരുൾപ്പെടെ. ഒരേ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ, ആ സഹപ്രവർത്തകനെ സ്വന്തം പടത്തിന്റെ പ്രൊമോഷൻ വേദിയിൽ കയറിയിരുന്ന് ആക്ഷേപിക്കുന്നതിലെ അപാകത പോലും തിരിച്ചറിയാനുള്ള ബോധം ഇയാൾക്കില്ലേ എന്നാണ് ചോദ്യമുയരുന്നത്. മരണപ്പെട്ട സ്വന്തം അച്ഛൻ അബിയുടെ പേര് കളഞ്ഞുകുളിക്കുകയാണ് ഷെയ്ൻ എന്നുവരെ വിമർശനം ശക്തമാകുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷ് പങ്കിട്ട കുറിപ്പ് ഏറെ ശ്രദ്ധ നേടുകയാണ്. ഷെയ്ൻ എന്ന നടൻ നിർമ്മാതാക്കൾക്ക് നൽകിയ വേദനകളും വാങ്ങിയ സിനിമ ബാനുകളും ലഹരി വിവാദങ്ങളും ഉണ്ണി മുകുന്ദനായിരുന്നുവെങ്കിൽ എന്തായിരുന്നതിന് അവസ്ഥയെങ്കിൽ എന്നേ ഉണ്ണി ഈ മലയാള സിനിമ ഭൂമികയിൽ നിന്ന് കെട്ടി വീട്ടിലിരുന്നേനെ. കാരണം ഉണ്ണിക്കായി വാദിക്കാൻ ഇടപെടലുകൾ നടത്താൻ ഒരു ലോബിയില്ല. പക്ഷേ ഷെയ്ൻ നിഗമോ സിനിമാ മേഖലയിൽ എത്രയൊക്കെ തലവേദന ഉണ്ടാക്കിയിട്ടും അയാൾക്ക് വേണ്ടി നിൽക്കാൻ ആരൊക്കെ ഉണ്ട് എന്നത് തന്നെ പ്രധാന പോയിന്റ്. മറിച്ച് ഈ ഒരു ഇന്റർവ്യൂ ഉണ്ണിയാണ് നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് അഞ്ജു ചോദിക്കുന്നു. കുറിപ്പ് വായിക്കാം. അടുത്തടുത്തായിട്ട് വരുന്ന സിനിമാ വിവാദങ്ങളെക്കുറിച്ച് ഒന്നും എഴുതേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എങ്കിലും ഒന്നിലും ഉൾപ്പെടാതെ മാറി നിൽക്കുന്ന ചിലരെ വെറുതെ വലിച്ചിഴച്ച് പുക തുപ്പുന്ന ചില സിനിമാ പ്രൊമോഷനുകൾ കണ്ടപ്പോൾ വെറുതെ ഉണ്ണിയുടെ ഈ പഴയ പോസ്റ്റ് വായിച്ചു നോക്കി. മാളികപ്പുറം സിനിമാ സമയത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒന്നാണിത്. ആദ്യം അവർ അവഗണിക്കും, പിന്നീട് അവർ പരിഹസിക്കും, ശേഷം അവർ യുദ്ധം ചെയ്യും, ഒടുവിൽ നമ്മൾ വിജയിക്കും. ഹൃദയം കൊണ്ട് ചിരിക്കുന്ന ഉണ്ണിയും ഹൃദയം തൊടുന്ന വരികളുമുള്ള ഉണ്ണിയുടെ പഴയ പോസ്റ്റ്. അന്ന് ഈ വരികൾ വായിച്ചപ്പോൾ ഞാൻ പൗലോ കൊയ്ലോയുടെ പ്രശസ്തമായ ഉദ്ധരണി ഓർത്തു. 7 തവണ വീഴുകയും 8 തവണ എഴുന്നേൽക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിന്റെ രഹസ്യം എന്ന ആ ഉദ്ധരണി. ഉണ്ണിയുടെ കാര്യത്തിൽ ആ ഉദ്ധരണി അക്ഷരം പ്രതി ശരിയാണ്. സിനിമ എന്ന തന്റെ സ്വപ്നത്തിന് പിന്നാലെ നടന്ന ഒരു സാധാരണക്കാരനായ പയ്യൻ പല വീഴ്ചകൾക്കൊടുവിൽ ആ മേഖലയിൽ തന്റെ ആധിപത്യം നട്ടെല്ല് നിവർത്തി നിന്നുകൊണ്ട് ഉറപ്പിച്ചതിന്റെ പേരാണ് UMF എന്ന പ്രൊഡക്ഷൻ ഹൗസ്. ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നതിന്റെ ചുരുക്കെഴുത്തിൽ അനാവശ്യമായ ഒരു ഷെയ്ൻ നിഗം എന്ന പയ്യൻ നടൻ ചേർക്കുന്നത് തീർത്തും നിഷ്കളങ്കമായ നിർദോഷമായ ഒന്നായി തോന്നുന്നില്ല. കൂടെ അഭിനയിച്ച നടിയെ അടുത്തിറങ്ങിയ സിനിമയിലെ നായകനെ വെച്ച് ട്രോളുന്നതൊക്കെ തമാശ തന്നെ. ഉണ്ണി മഹിമ ഫാൻസ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് UMFI അഥവാ ഉംഫി എന്ന് പറഞ്ഞ ശേഷമുള്ള ആ ഊള ചിരിയിലുണ്ട് എല്ലാം. ഒരുവിധം എല്ലാ നടന്മാർക്കും നടികൾക്കും ഫാൻസ് ക്ലബ്ബുണ്ട്. അതിനെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. ഓൾ കേരള ഷെയ്ൻ നിഗം ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെയുണ്ട്. അല്ലാതെ ഏതെങ്കിലും നടന്റെ പേരിനൊപ്പം ഫാൻസ് ഇന്ത്യ എന്നുണ്ടോ? അങ്ങനെ ഇല്ലാത്ത ഒന്നുണ്ട് എന്നാക്കിയാലല്ലേ ഉംഫി അഥവാ UMFI എന്ന് പറയാൻ സാധിക്കൂ. പ്രൊമോഷൻ തമാശകൾക്കിടയിൽ പെട്ടെന്ന് ഷെയ്ൻ ഇങ്ങനെ പറയുമ്പോൾ അവതാരകയായ പെൺകുട്ടിയുടെ മുഖം മാറുന്നുണ്ട്. ശ്രീ ബാബുരാജും നായികയും മറ്റൊരു നടിയും വല്ലാതെയാവുന്നുണ്ട്. ബാബുരാജ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞ ആ ചുരുക്കെഴുത്തിനെ വഴിതിരിച്ചുവിടാനും നോക്കുന്നുണ്ട്. ഒന്നുകിൽ ഷെയ്ൻ അങ്ങനെ പറഞ്ഞത് സിനിമയ്ക്കൊരു വിവാദം വരുത്തി നെഗറ്റീവ് ഇമേജ് ട്രാക്ക് പിടിച്ചൊരു പ്രൊമോഷൻ, അതല്ല എങ്കിൽ അയാൾ പോലും അറിയാതെ ഉള്ളിലുണ്ടായിരുന്ന ഉണ്ണി എന്ന നടനോടുള്ള ദേഷ്യം. ഇനി അതുമല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പുക, ഉള്ളിലെ പുകയാണെങ്കിലും പകയാണെങ്കിലും ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തീർത്തും ഊളത്തരം. കാരണം ആ സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു നടനെക്കുറിച്ചോ അയാളുടെ പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ചോ അവിടെ പരാമർശിക്കേണ്ട ആവശ്യകത ഇല്ലാത്തതിനാൽ. 2 ദിവസം മുൻപ് ഉമ്മയ്ക്കൊപ്പം പുതിയ കാർ വാങ്ങിയ ഷെയ്ൻ നിഗത്തിനെ കണ്ടപ്പോൾ ഉള്ളിൽ തോന്നിയത് അതിയായ സന്തോഷമായിരുന്നു. കഴിവുണ്ടായിട്ടും സിനിമയിൽ ഒന്നും ആവാതെ പോയ അച്ഛൻ്റെ മകൻ സിനിമയിൽ സ്വന്തം സ്ഥാനം നേടിയെടുത്തതിൻ്റെ സന്തോഷം, ഒപ്പം അഭിമാനവും. ഇതിനു മുൻപ് ഇതേ നടന്റെ പേരിൽ വന്ന വിവാദങ്ങൾ, സിനിമാ നിർമ്മാതാക്കളുടെ തുറന്നു പറച്ചിലുകൾ, ലഹരി ഉപയോഗം, സിനിമയിൽ നിന്നും വന്ന വിലക്കുകൾ, ഇതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നിയിരുന്നു. എങ്കിലും ഒരിക്കലും ആ നടനെ വിമർശിക്കാനോ കുറ്റം പറയാനോ തോന്നിയിട്ടില്ല. ചെറിയ പ്രായത്തിൽ തേടിയെത്തുന്ന പണവും പ്രശസ്തിയും കാരണം വഴിമാറി നടക്കുന്നവർ പക്വത എത്തുമ്പോൾ നേരെ ആവാറുണ്ട്, റിയൽ ലൈഫിലും എന്നതുകൊണ്ട്. വിനീത്, ബേസിൽ, ധ്യാൻ, വിശാഖ്, അജു തുടങ്ങിയവരുടെ പല ഇന്റർവ്യൂസും കാണാറുണ്ട്. അതിൽ തന്നെ ധ്യാനിന്റെ വക ട്രോളുകൾ കാണുമ്പോൾ പ്രേക്ഷകർ കൂടെ ചിരിക്കാറുണ്ട്. ധ്യാൻ ട്രോളുന്ന ബേസിലും അജുവും ഒക്കെ അവരുടെ ടീമിൽ ഉൾപ്പെട്ട വളരെ വർഷമായി പരസ്പര ആത്മബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ മാത്രമേ പ്രേക്ഷകരും കാണാറുള്ളൂ. ഇതിനെയും ആ രീതിയിൽ ഒരു ഫണ്ണായിട്ട് കണ്ടുകൂടെ എന്ന് എല്ലാവരും ചോദിച്ചേക്കാം. RDX നായിക ജയ് ഗണേഷ് നായികയായി മാറിയപ്പോൾ ഉള്ള ചേർച്ചയും ചേർച്ചക്കുറവും ഫണ്ണായിട്ട് പറയുന്നതിനിടയ്ക്ക് ആ ലെറ്റർ I കൊണ്ടുവന്ന്
ഉംഫി എന്ന് പറയാതിരുന്നുവെങ്കിൽ അത് വെറും തമാശ ആയനെ. ഷെയ്ൻ പറഞ്ഞ ആ ഒരു വല്ലാത്ത ഫൺ ചില പ്രത്യേകതരം മനുഷ്യരെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഇന്നലെ ഉണ്ണിയിട്ട പോസ്റ്റിന്റെ കീഴെ പോയി നോക്കിയാൽ മതി. വീഴ്ചകളുടെയും കളിയാക്കലുകളുടെയും വഴിയെ നടന്ന് ഒടുവിൽ സ്റ്റാർഡം നേടിയെടുത്ത ആദ്യത്തെ ആളല്ല ഉണ്ണി മുകുന്ദൻ. പൃഥ്വിരാജും ഫഹദും ഈ ഷെയ്നുമൊക്കെ ആ കല്ലും മുള്ളും നിറഞ്ഞ പാത ചവിട്ടി തന്നെയാണ് മുന്നേറിയത്. ദെൻ വൈ ഡസ് ഉണ്ണി മുകുന്ദൻ ഡിസേർവ്സ് എ സ്പെഷ്യൽ മെൻഷൻ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ്. പൃഥ്വിരാജിനും ഫഹദിനും സിനിമ എന്ന ലക്ഷ്യത്തിലെത്താൻ ആരുടെ മുന്നിലും പറയാൻ താരപ്രൗഢിയുള്ള ഒരു മേൽവിലാസവും സുകുമാരൻ, ഫാസിൽ എന്നിങ്ങനെയുള്ള സർനെയിമുകൾ ഉണ്ടായിരുന്നു. അബിയുടെ മകൻ എന്ന എക്സ്ട്രാ യോഗ്യത സിനിമായിടങ്ങളിൽ ഷെയ്നും ഉണ്ടായിരുന്നു. എന്നാൽ ഉണ്ണിക്കോ? ഹൃദയത്തിലേറ്റിയ സിനിമ എന്ന സ്വപ്നവും കുന്നോളം ആത്മവിശ്വാസവും അച്ഛനമ്മമാരുടെ പ്രാർത്ഥനയിൽ ഉറഞ്ഞ പിന്തുണയും ഈശ്വരന്മാരിലുള്ള വിശ്വാസവും മാത്രം. ലോഹിതദാസ് എന്ന മലയാളത്തിന്റെ സുഹൃതത്തെ പരിചയപ്പെട്ടുവെങ്കിലും ആളുടെ അപ്രതീക്ഷിത വേർപാട് നൽകിയ ആഘാതം മലയാള സിനിമാ പ്രവേശത്തിന് ആദ്യ തടസ്സമായി. എങ്കിലും 2011 നന്ദനത്തിന്റെ തമിഴ് സീഡൻ എന്ന മുരുകസ്വാമിയുടെ ദൈവികതയുള്ള ചിത്രത്തിൽ നായകനായി അരങ്ങേറിയത് ഒരു നിയോഗമായിരിക്കാം. മലയാളത്തിൽ മല്ലൂസിക് എന്ന സിനിമയിലൂടെ മലയാളികളുടെ മസിലളിയനായെങ്കിലും പിന്നീട് മെയിൻ സ്ട്രീമിൽ എത്താൻ കാലങ്ങൾ കാത്തിരിപ്പ്. ഇതിനിടയിൽ വിവാദങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, കുത്തിനോവിക്കലുകൾ, കളിയാക്കലുകൾ, സ്വന്തം വിശ്വാസവും രാഷ്ട്രബോധവും ഒക്കെ പറഞ്ഞതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തൽ, യുദ്ധപ്രഖ്യാപനങ്ങൾ, നെപ്പോട്ടിസം അരങ്ങുവാഴുന്ന തൊഴുത്തിൽ കുത്ത് കോമൺ ഫാക്ടറായ ഒരു തൊഴിലിടത്തിൽ ഗോഡ് ഫാദറിന്റെ അകമ്പടിയില്ലാതെ ആകാരഭംഗിയും ആത്മവിശ്വാസവും ഹാർഡ് വർക്കും മാത്രം കൊണ്ട് അരങ്ങേറ്റം കുറിച്ച ഒരു ചെറുപ്പക്കാരനാണ് ഉണ്ണി മുകുന്ദൻ. മലയാള സിനിമയിൽ തൻ്റെതായ ഒരു മേൽവിലാസം ഉണ്ടാക്കിയ ശേഷം തെലുങ്ക് സിനിമ വരെ എത്തിയ ഉണ്ണി മുകുന്ദൻ അവിടം വരെ എത്തിയത് തൻ്റെ സ്വപ്നങ്ങളെ ചേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയാതെ പറഞ്ഞ ഉണ്ണിയും ഉണ്ണിയുടെ പ്രൊഡക്ഷൻ കമ്പനിയും അത് നിർമ്മിച്ച സിനിമകളുമൊക്കെ സിനിമ സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ശരാശരി യുവാക്കൾക്ക് റോൾ മോഡൽ ആക്കേണ്ട സംഗതികൾ തന്നെയാണ്. ഷെയ്ൻ എന്ന നടൻ നിർമ്മാതാക്കൾക്ക് നൽകിയ തലവേദനകളും വാങ്ങിയ സിനിമാ ബാനുകളും ലഹരി വിവാദങ്ങളും ഉണ്ണി മുകുന്ദൻ ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? എങ്കിൽ എന്നെ ഉണ്ണി മലയാള സിനിമാ ഭൂമികയിൽ നിന്ന് കെട്ടി വീട്ടിലിരുന്നേനെ. കാരണം ഉണ്ണിക്കായി വാദിക്കാൻ, ഇടപെടലുകൾ നടത്താൻ ഒരു ലോബിയില്ല. പക്ഷേ ഷെയ്ൻ നിഗമോ സിനിമാ മേഖലയിൽ എത്രയൊക്കെ തലവേദന ഉണ്ടാക്കിയിട്ടും അയാൾക്ക് വേണ്ടി നിൽക്കാൻ ആരൊക്കെ ഉണ്ട് എന്നത് തന്നെ ഒരു പ്രധാന പോയിന്റ്. മറിച്ച് ഈ ഒരു ഇന്റർവ്യൂ ഉണ്ണിയാണ് നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? UMF എന്ന ഉണ്ണി മുകുന്ദൻ ഫിലിംസിനെ ഉംഫി എന്ന എക്സ്ട്രാ ഐ ചേർത്ത് വിളിക്കുന്നത് ഉണ്ണി മുകുന്ദൻ ഫാൻസിന്റെ അത് വെറും ഒരു ജോക്കാണെങ്കിൽ ആക്ടർ അഭി സൺഷെയ്ൻ എന്നത് ചുരുക്കി ആസ് അഥവാ ആസ് എന്ന് പറയുന്നതും ജസ്റ്റ് ഫൺ മാത്രമായി കരുതുക. ന്യൂസ് ഡെസ്ക് കർമാനസ്.